Hi, hello, welcome to Master Key Academy. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങണം. നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചധികം ഏരിയാസ് കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ നല്ല ഗൈഡൻസോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കിൽ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി നേടാനായിട്ടും പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൃത്യമായി നോട്ട് എഴുതുക, കൃത്യമായി MCQs വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ്. ആ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? Which of the following statement best describe the going concern concept in accounting? അക്കൗണ്ടിങ്ങിലെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് ബിസിനസ്സിന് ഒരു എൻഡില്ല, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ബിസിനസ്സിന് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിന് ഒരു ലോങ് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ഒക്കെ ചാർജ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ പ്രൊവിഷനുകളൊക്കെ മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ അസറ്റ്സ് ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദെയർ മാർക്കറ്റ് വാല്യൂ. അസറ്റ്സ് എല്ലാം അതിന്റെ മാർക്കറ്റ് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യണം എന്നാണോ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്? അതോ ദ ബിസിനസ് ഈസ് എക്സ്പെക്ടഡ് ടു കണ്ടിന്യൂ ദ ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി, ബിസിനസിന്റെ ഓപ്പറേഷനുകൾ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും എന്നാണോ പറഞ്ഞിരിക്കുന്നത്? The transaction should be recorded only when the cash is received. ക്യാഷ് റിസീവ് ചെയ്യുന്നത് മാത്രം റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസ് should be matched with the revenue in the same period. എക്സ്പെൻസസ് എന്തിനാണ്? റവന്യൂനോട്, ആ സെയിം പീരീഡിലെ റവന്യൂനോട് മാച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ മക്കളെ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ഇതിന് എന്താണ്, ബിസിനസ്സിന് എന്തുണ്ട്, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ ആൻസർ ഏതാ മക്കളെ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ ബിസിനസ് ഈസ് എക്സ്പെക്ടഡ് ടു കണ്ടിന്യൂ ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫാം അല്ലെ ഒരു ലൈഫ് ഉണ്ട് ബിസിനസ്സിന് എന്നാണ് പറയുന്നത്. ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് വിൽ ഓപ്പറേറ്റ് ഫോർ എന്താണ് ഒരു ലോങ് ലൈഫ്, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് ഫ്യൂച്ചറിലേക്ക്. അതിന് എന്താണ് പെട്ടെന്നൊന്നും അത് എന്ത് ചെയ്യത്തില്ല, ലിക്വിഡേറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ജസ്റ്റിഫൈ ദാറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കറണ്ട് ആൻഡ് നോൺ കറണ്ട്, കറണ്ട് എന്നും നോൺ കറണ്ട് എന്നൊക്കെ പറഞ്ഞ് അസറ്റുകളെയൊക്കെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഈ ഒരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺവെൻഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്ക്ലോസ് ഓൾ ദ റെലവെന്റ് ഇൻഫർമേഷൻ. നമുക്കറിയാം, നമ്മൾ കൺവെൻഷൻസ് പഠിക്കാറുണ്ട്. ആ കൺവെൻഷൻസിൻ്റെ അകത്ത് ഏത് കൺവെൻഷനിലാണ് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ എല്ലാ ഇൻഫർമേഷനുകളും ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത്? ഏതാ മക്കളെ? ഈസിയാണ്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന കൺവെൻഷനിലാക്കാണ് പറയുന്നത്. ഏതാണത്? ഓപ്ഷൻ ബി, ഡിസ്ക്ലോഷർ അല്ലേ. അതായത് കൺസിസ്റ്റൻസി അല്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം രീതിയിലുള്ള മെത്തേഡുകൾ അല്ലെ പ്രൊസീജിയറുകൾ, അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന മെത്തേഡുകളും പ്രൊസീജിയറുകളൊന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യരുത്. ഈ ഒരു വർഷം എന്താണോ ഫോളോ ചെയ്തത് അത് തന്നെ നമുക്ക് അടുത്ത വർഷത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് മെത്തേഡുകളോ, അതായത് ഇപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്, അതേ മെത്തേഡ് തന്നെ അടുത്ത വർഷം യൂസ് ചെയ്യണം. അല്ലാതെ അത് എന്ത് ചെയ്യില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യലെന്ന് പറയുന്നതാണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ, ചെറിയ വാല്യൂവിലുള്ളതൊന്നും, അതായത് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഓർഗനൈസേഷൻ ഉണ്ടാക്കാത്ത ചെറിയ വാല്യൂവിലുള്ള ട്രാൻസാക്ഷനുകളൊക്കെ സമ്മറൈസ് ചെയ്ത് ഒരു മിസലേനിയസ് എക്സ്പെൻസിനോ അല്ലെങ്കിൽ എന്താണ് സൺഡ്രി എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ച് ചേർത്ത് എഴുതണം എന്ന് പറയുന്നതാണ്. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും എന്ത് കാര്യത്തിന് ഫോക്കസ്ഡ് ആകണം, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലോസുകളെ പറ്റിയും എക്സ്പെൻസുകളെ പറ്റിയൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ആയിരിക്കണം. പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റും ഗെയിനും ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. അത് നേടിയെടുക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലോസുകളെ പറ്റിയൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നതാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്.
അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ വന്നേക്കുന്നതാണ് ഡിസ്ക്ലോഷർ ആണ്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോഷർ കൺവെൻഷൻ്റെ അകത്ത് എൻഷുർ ദാറ്റ് ഓൾ ദ മെറ്റീരിയൽ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്. ഇനി അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട് താഴെ വരുന്നതിൽ ട്രൂ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ അല്ലാത്തത് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത നോക്കി ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് ദ അർത്ഥമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ അർത്ഥമെറ്റിക്കൽ ആക്യുറസി മെഷർ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ട്രയൽ ബാലൻസ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ട്രയൽ ബാലൻസ് ഗ്യാരണ്ടീസ് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടുകളുടെ കറക്റ്റ്നെസ്സിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ട്രയൽ ബാലൻസ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അർത്ഥമെറ്റിക്കൽ കാൽക്കുലേഷൻ്റെ അകത്തുള്ള ആക്യുറസി മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ദ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടുകളുടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കാണിക്കുന്നുണ്ട്, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഏതാണ്? ദ ട്രയൽ ബാലൻസ് ഗ്യാരണ്ടി ദ കറക്റ്റ്നെസ് ഓഫ് ദി അക്കൗണ്ട്സ് എന്നുള്ളതാണ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് എന്താണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് ഈസ് നോട്ട് അലൗഡ് ടു ഇൻവെന്ററി വാല്യുവേഷൻ. ഇൻവെന്ററി വാല്യുവേഷന് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 അനുസരിച്ച് മക്കളെ ഓർത്ത് വെച്ചോണം, അത് ലിഫോ മെത്തേഡ് ആണ് കേട്ടോ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തേഡാണ്. അതായത് അവസാനം വന്നത് ആദ്യം സെയിൽ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഫോളോ ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ആണ് എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആയിരുന്നു. ഇത് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തിട്ട് എന്തിനോടൊപ്പം ആഡ് ആക്കിയിട്ടുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10നോടൊപ്പം ആഡ് ആക്കിയിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ആണ് ഫിക്സഡ് അസറ്റ്, പ്രോപ്പർട്ടീസ്, എക്യുപ്മെന്റ്സ് എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കൃത്യമായി പഠിച്ചോണം കേട്ടോ മക്കളെ, കൃത്യമായി പഠിച്ചോണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രൊവൈഡ്സ് ദ ഗൈഡൻസ് ആൻഡ് റെക്കഗ്നിഷൻ, മെഷർമെന്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കൃത്യമായി ഓർത്ത് വെക്കുക. അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഫോർ എ ഫീസിബിൾ ഫ്യൂച്ചർ. അല്ലേ, എന്താണ് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, ഒരു ലോങ് ലൈഫ് ബിസിനസ്സിനുണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. റീസൺ പറഞ്ഞിട്ടുണ്ട്. ദിസ് കോൺസെപ്റ്റ് ജസ്റ്റിഫൈ, ഈ കോൺസെപ്റ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ലൈക്ക് കറണ്ട് ആൻഡ് നോൺ കറണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ, രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ആൻസർ ഏതാ വരുന്നത്, അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓപ്ഷൻ എ ആണ്. ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എൻഷുർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് with the assumptions of a continued operations justify the classification of assets and liability. മക്കളെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചോണം. കോൺസെപ്റ്റുകൾ ഒന്നും തന്നെ വിട്ടു പോകരുത് കേട്ടോ. അടുത്തത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്. അക്കൗണ്ടിംഗ് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തരുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്നാണ്. കൺസിസ്റ്റൻസി കൺവെൻഷൻ എൻഷുർ ദാറ്റ് ദ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ആർ ഫോളോവ്ഡ് അക്രോസ് പീരീഡ്. അങ്ങനെയാണോ കൺസിസ്റ്റൻസിക്കകത്ത് പറയുന്നത്? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഫോളോ ചെയ്യുന്ന അതേ മെത്തേഡുകളും അതേ പ്രൊസീജിയറും തന്നെ വീണ്ടും ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ, ദ കൺസിസ്റ്റൻസി കൺവെൻഷൻ എൻഷുർ ദാറ്റ് ദ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ആർ ഫോളോവ്ഡ് അക്രോസ് ദ പീരീഡ്. ശരിയായിട്ടുള്ളതാണ്. ഇനി എന്താണ്, ദ ഡിസ്ക്ലോഷർ കൺവെൻഷൻ റിക്വയേഴ്സ് ഓൾ ദ മെറ്റീരിയൽ ഇൻഫർമേഷൻ ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയല്ലേ? ഡിസ്ക്ലോഷർ കൺവെൻഷൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ദ കൺസർവേറ്റിസം കൺവെൻഷൻ റെക്കോർഡ്സ് ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്. ആണോ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യണമെന്നാണോ? അല്ല. എന്താണ്, ആന്റിസിപ്പേറ്റഡ് ലോസ് ആണ്, ഇഗ്നോർ ദ പ്രോഫിറ്റ് ആണ് ഏത് പറയുന്ന കൺസർവേറ്റിസം പറഞ്ഞ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, ദ മെറ്റീരിയാലിറ്റി കൺവെൻഷൻ അലൗസ് ഇഗ്നോറിംഗ് ദ ട്രാവൽ ഐറ്റംസ് ദാറ്റ് ഡു നോട്ട് അഫക്ട്സ് ദ ഡിസിഷൻ. ഡിസിഷനെ അഫക്റ്റ് ചെയ്യാത്ത ഐറ്റം ആയിട്ടുള്ള ട്രാവലിനെ ഇഗ്നോർ ചെയ്ത് കളയണം എന്നാണ് ഏതാ മെറ്റീരിയാലിറ്റി കൺവെൻഷനിൽ പറയുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് മക്കളെ? ഒന്നും 2 എന്നാണ്. 1, 2, 4 ശരിയായിട്ടുള്ളതാണ് അല്ലേ. എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 1, 2, 4 ശരിയാണ്. ദ കൺവെൻഷൻ ദ കൺസർവേറ്റിസത്തിൻ്റെ അകത്ത് അവർ പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള എന്നാണ് ലോസിനെ നമ്മൾ എപ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ഇഗ്നോർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ.
ഇനി അടുത്തത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. താഴെ തന്നേക്കുന്നതിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലാത്തത് ഏത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്, മാച്ചിങ് കോൺസെപ്റ്റ് ആണ്, ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ് ആണ്, റേഷ്യോ അനാലിസിസ് ആണോ? അല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ആദ്യത്തെ 3 ശരിയാണ്, ഡി ആണ് തെറ്റായത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മക്കളെ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു വിടാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആർ ദ ബിസിനസ് ബേസിക് അസംഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ നൽകുന്ന ഒന്നാണ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെയും ബിസിനസ്മാനെയും 2 സെപ്പറേറ്റ് വ്യക്തികളായിട്ട് കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓണർ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പണമുണ്ടല്ലോ, അത് എന്ത് ചെയ്യണം? ബിസിനസ് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതി. അതായത് ഓണർ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ആ ഒരു മൂലധനത്തെ ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് അത് എന്ത് ചെയ്യണം? ബിസിനസ് തിരിച്ചു കൊടുക്കണം. ബിസിനസ്സിനെയും ബിസിനസ്മാനെയും 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ള ആളുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ അഥവാ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. only the transaction measured in monetary terms are recorded. പണപരമായി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മോണിറ്ററി ആയിട്ടുള്ള, അതായത് ഒരാളുടെ ക്വാളിറ്റീസ് ലൈക്ക് എന്താണ്? ഹോണസ്റ്റി, അയാളുടെ ഹോണസ്റ്റി, ബ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പണത്തിൽ പ്രതിപാദിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളതാണ് മണി മെഷർമെന്റ് പറയുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട്. ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒന്നല്ല. ബിസിനസ്സിന് ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ പർച്ചേസ് കോസ്റ്റ് നോട്ട് ഫോർ ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ എത്രയാണോ ആ അസറ്റ് അക്യൂർ ചെയ്യുന്ന കോസ്റ്റ്, ആ കോസ്റ്റിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഇതിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിച്ച വിലയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് വീട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടിയെന്ന് പറഞ്ഞ് ആ മാർക്കറ്റ് വാല്യൂ അല്ല നമ്മൾ എഴുതേണ്ടത്. അത് അക്യൂർ ചെയ്ത കോസ്റ്റ് എത്രയാണോ, പർച്ചേസ് ചെയ്ത വാല്യൂ എത്രയാണോ അതാണ് എഴുതേണ്ടത്, മാർക്കറ്റ് വാല്യൂ അല്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കുക, ഏതാണ്? ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്. എവരി ട്രാൻസാക്ഷൻ, ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സുകൾ ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്. ഒരു റിസീവിംഗ് ആസ്പെക്ട്സും ഒരു ഗിവിംഗ് ആസ്പെക്ട്സും. അതായത് പർച്ചേസിംഗ് മെഷീനറി എന്ത് വന്നു? മെഷീനറി വന്നു. എന്ത് പോയി? ക്യാഷ് പോയി. അപ്പം ഒരു ഗിവിംഗ് ആസ്പെക്ട്സും ഉണ്ട്, ഒരു റിസീവിംഗ് ആസ്പെക്ട്സും ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡെബിറ്റ് ആസ്പെക്ട്സ്, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട്. അത്തരത്തിലുള്ള കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് പീരീഡിലായിരിക്കും. മോസ്റ്റ് പ്രോബബിലി അത് 1 ഇയർ ആണ്. ആ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. ചില ബിസിനസ്സുകൾ എന്താണ്? കലണ്ടർ ഇയറും ഫോളോ ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. ഒരു പർട്ടിക്കുലർ ഇയറിലേക്ക്, ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് അങ്ങനെ പറയുന്ന കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അടുത്തതാണ് അക്രൂവൽ കോൺസെപ്റ്റ്. അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ്. എപ്പോഴും റവന്യൂ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. വെൻ ദേ ആർ ഇൻക്വയർഡ്, അത് ഇൻക്വയറി ചെയ്യുന്ന സമയത്ത് തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. ആൻഡ് നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. നോട്ട് എങ്ങനെയാണ്? ക്യാഷ് റിസീവ് ചെയ്യുന്നോ പെയ്ഡ് ചെയ്യുന്നോ അല്ല. നമ്മൾ അത് ക്യാഷ് റിസീവ് ചെയ്തു പെയ്ഡ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തല്ല നമ്മൾ എന്താണ് ആ ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ തന്നെ, അത് റവന്യൂ ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത്. അടുത്ത മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വര പറഞ്ഞ് ചിലവാക്കണം എന്നൊക്കെ പറയില്ല, അത് തന്നെ. അതായത് എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ റിലേറ്റഡ് റവന്യൂ. അതായത് നമ്മളുടെ എക്സ്പെൻസസ് എന്തിനോട് മാച്ച് ചെയ്യണം? നമ്മളുടെ റവന്യൂവിനോട് മാച്ച് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. എന്നാലേ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എക്സ്പെൻസും റവന്യൂ തമ്മിൽ മാച്ച് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് മെത്തേഡ് ഷുഡ് ബി അപ്ലൈഡ് കൺസിസ്റ്റൻസ് ഓവർ എ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡുകളും പ്രൊസീജിയറുകളും ഒക്കെ ഒരേ രീതിയിലുള്ളതായിരിക്കണം. അത് എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ്. അടുത്താണ് പ്രൊവിഡൻസ് ഓർ കൺസർവേറ്റിസം. നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസ് നമ്മൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനെപ്പറ്റി എപ്പോഴും റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. നോട്ട് ഇഗ്നോർ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ ആയിരിക്കില്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, ലോസ് എത്രത്തോളം ഉണ്ടാകും എന്നതിനെപ്പറ്റി ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കൺസർവേറ്റിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക കേട്ടോ മക്കളെ. ഇനി അടുത്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻ. അക്കൗണ്ടിങ് കൺവെൻഷനിലെ ആദ്യത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്? കൺസർവേറ്റിസം അല്ലെ. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസിങ് ദ പൊട്ടൻഷ്യൽ ലോസ്. പൊട്ടൻഷ്യൽ ലോസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. നോട്ട് എന്നാണ് അൺറിയലൈസ്ഡ് ഗെയിൻ.
അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പൊട്ടൻഷ്യൽ ആയിട്ടുണ്ടാകുന്ന ലോസിനെ പറ്റി റെക്കഗ്നൈസ് ചെയ്യുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് അക്രോസ് ദ പീരീഡ്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ, സെയിം ആയിട്ടുള്ള മെത്തേഡുകൾ തന്നെ പിന്നെയും ഫോളോ ചെയ്യുക. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഡിസ്ക്ലോസ് ചെയ്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഒരുപാട് പേരുണ്ട്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ഡേറ്റാസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സുകളും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തി അത് ഡിസ്ക്ലോസ് ചെയ്യണം. അടുത്ത മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ only the material item that influences the decision should be recorded. നമ്മളെ ആ ഒരു ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, കമ്പനീസ് ടോട്ടൽ റവന്യൂ, ഒരു കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 50,000 ആണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3 lakh ആണ്. വാട്ട് ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയല്ലേ. റവന്യൂ എത്ര ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, 5 ലക്ഷം റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് എത്രയായി, 3 ലക്ഷമായി. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും, 2 ലക്ഷമായിരിക്കും. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഈസി ആയിട്ടുള്ളതാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസിക്കൽ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. റവന്യൂ എന്ന് പറയുന്നത് 5 lakh, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 3 lakh. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി, 2 lakh എന്ന് കിട്ടി. മക്കളെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത നോക്കി, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ഇൻക്ലൂഡ് ആകാത്തത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷനകത്ത് ഇൻക്ലൂഡ് ആകുന്നത് എങ്ങനെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്, നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആകാത്ത ഏതാണോ അത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റ് ആയതുകൊണ്ട് വരും അല്ലെ, റോ മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് ആയതുകൊണ്ട് വരും, ഫാക്ടറി ഓവർ ഹെഡ് വരും. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആകാത്ത ഏതാണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇൻക്ലൂഡഡ് ആകാത്തത്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അകത്ത് വരുന്നതാണ്. ഓർത്ത് വെച്ചോണം. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ് ഈസ് സിമിലർ ടു വിച്ച് ഓഫ് ദി ഫോളോവിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സിമിലർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സിനാണ്. അത് സിമിലർ ആകുന്ന ബാലൻസ് ഷീറ്റിനാണ് കേട്ടോ. ബാലൻസ് ഷീറ്റ് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ്. പക്ഷേ ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ആക്യുറേറ്റ് ഒന്നുമല്ല, ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ട് വരുന്നതാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ് ഈസ് റിസംബിൾ എ ബാലൻസ് ഷീറ്റ് ആസ് ഇറ്റ് ഈസ് ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട് ലിസ്റ്റ് ഓഫ് അസറ്റുകൾ ചേർത്തിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് മാറി പറഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തണം, ബാലൻസ് ഷീറ്റിന് സിമിലർ ആയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് എന്താണ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന്റെ ലിമിറ്റേഷൻ അല്ലാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഇന്നാക്യുറേറ്റ് ഫിനാൻഷ്യൽ റിസൾട്ട്. ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. അപ്പോൾ അതല്ല. ഇനി എന്താണ്, ഈസി ഫ്രോഡ് ഡിറ്റക്ഷൻ. ഈസി ആയിട്ട് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ലാക്ക് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. ഇന്നെന്താണ്, ഡിഫക്ട്സ് ഇൻ അസർട്ടൈനിങ് ട്രൂ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഡിഫക്റ്റ്. അപ്പോൾ അതെല്ലാം എന്താണ്, പോരായ്മയാണ്. പോരായ്മ അല്ലാത്ത എന്താണ്, ഈസി ആയിട്ട് ഫ്രോഡ് കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നോക്കിയാൽ, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഏതാണ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് അറിയാം ഏതാണ്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നോൺ ട്രേഡിംഗ് ഫേംസ് പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു അസർട്ടൈൻ ദ സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ഓവർ എ പീരീഡ്. മക്കളെ കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരുപാട് ഏരിയയിൽ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ഏരിയകളിലെ ക്വസ്റ്റ്യനുകളാണ് കണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്, വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, കൃത്യമായി പഠിക്കുക, കൃത്യമായി ഫോക്കസ് ചെയ്യുക, കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ
കമൻറ്റുകളിലൂടെ അറിയിക്കുക. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. താങ്ക് യു.